ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇതുവരെ വന്നിരിക്കുന്നതിനകത്ത് കുറച്ച് റിസൾട്ടുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 52 നിന്ന് 58 69 ഫണ്ടമെന്റൽ ബെറ്ററായി വരുന്ന ഒരു കമ്പനിയാണ്. 5 വർഷത്തെ ROC 50, 68, 76 നല്ല രീതിയിലാണ് ROCയും ROEയും ഉള്ളത്. ഇൻഡസ്ട്രി PE 48 ആണെങ്കിൽ അതിന്റെ സ്റ്റോക്കിന്റെ PE 13 ഉള്ളൂ. കടം വളരെ കുറവാണ്. 605 ഇൻട്രൻസിക് വാല്യൂ ആണെങ്കിൽ അതിനെ കഴിഞ്ഞ് താഴെയാണ് അതിന്റെ സ്റ്റോക്ക് പ്രൈസ് നിൽക്കുന്നത്. നമുക്ക് അതിന്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് ഒന്ന് പോകാം. 3816 കോടിയാണ് കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ പ്രോഫിറ്റ് എങ്കിൽ ഇരട്ടിയായിട്ട് 7994 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. OPM അതിന് 49 നിന്ന് 58 കൂടിയിട്ടുണ്ട്. 7666 കോടിയാണ് കഴിഞ്ഞ ക്വാർട്ടർ ഉണ്ടായിരുന്നത്. അതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടാണ് OPM മാർജിനും പ്രോഫിറ്റും നിൽക്കുന്നത്. അടുത്തത് ടാറ്റ കൺസ്യൂമർ ആണ്. ടാറ്റ കൺസ്യൂമറിന്റെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ROC 9.47, 9.68, 9.24, 9.24 ആണ് ലേറ്റസ്റ്റ് ROC. ROE 7.23 നിന്ന് 7.52, 7.35. ഓക്കെ, PE റേഷ്യോ 25 ഇൻഡസ്ട്രി PE 65 മാർക്കറ്റ് സ്റ്റോക്കിന്റെ PE റേഷ്യോ നിൽക്കുന്നത്. കടം ഓക്കെയാണ്. 265 ഇൻട്രൻസിക് വാല്യൂ. 1088 സ്റ്റോക്കിന്റെ വില നിൽക്കുന്നത്. 607 കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്ന പ്രോഫിറ്റിംഗിൽ 724 ഇപ്പോഴത്തെ പ്രോഫിറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. 792 724 കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ മാർച്ച് മാസവും കഴിഞ്ഞിട്ട് വരുന്ന അതിന് തൊട്ട് മുമ്പുള്ള ഇയറിലും മാർച്ച് മാസം കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ടും ജൂണിൽ ഒരു കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എഫക്ട് ഉണ്ടാവത്തില്ല. പക്ഷെ അതർ ഇൻകം കൂടെ കൂട്ടി വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വരുമ്പോൾ 332 നിന്ന് 427 കോടിയായിട്ട് പ്രോഫിറ്റും ക്വാർട്ടർ ക്വാർട്ടറിൽ 424 നിന്ന് 427 കോടിയായിട്ടും പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് SBI കാർഡ്സ് ഒന്ന് നോക്കാം. SBI കാർഡ്സിന്റെ ROC എന്ന് പറയുന്നത് 11.55 ഇവിടുന്ന് 11 ആവുന്നു, ഇപ്പൊ 10 ആവുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 19 നിന്ന് 16 ആവുന്നു, ഇപ്പൊ 14 ആവുന്നു. ഒരു ചെറിയ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വിഷയമുണ്ട്. ഇൻഡസ്ട്രി PE ചെറുതായിട്ട് കൂടിയാണ് PE റേഷ്യോ നിൽക്കുന്നത്. 25 ആണ്. കടം ഒരു ഫിനാൻസ് കമ്പനിയാണ്. ഓക്കെ, 356 ഇൻട്രൻസിക് വാല്യൂന്റെ 612 ഇരട്ടിയാണ് റേറ്റ് നിൽക്കുന്നത്. നമുക്ക് റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. 625 കഴിഞ്ഞ ജൂണിലുണ്ടായ പ്രോഫിറ്റ് എങ്കിൽ 759 കോടിയാണ് ഈ ജൂണിലുണ്ടായിരിക്കുന്ന പ്രോഫിറ്റ്. ഓക്കെ, 13 എന്നുള്ള OPM മാർജിൻ 15 കൂടിയിട്ടുണ്ട്. 4877 എന്നുള്ള റവന്യൂ 5041 കൂടിയിട്ടുണ്ട്. ഓക്കെ, അതേസമയത്ത് നിങ്ങൾ നോക്കണം, എക്സ്പെൻസ് 3439 അത്ര കാര്യമായിട്ട് കൂടിയിട്ടില്ല. 3537 കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേറ്റ് ബാങ്ക് തന്നെയാണ്. ഓക്കെ, പിന്നെ FIIs കുറച്ചാണ് കൊണ്ടുവരുന്നത്. മ്യൂച്വൽ ഫണ്ടുകാര് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. അടുത്ത DCB ബാങ്ക്സ് ആണ്. ഈ തവണ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാം ബാങ്കുകളാണ്. നല്ല ബാങ്കുകളെല്ലാം നല്ല റിസൾട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. DCB ബാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിനെ കഴിഞ്ഞ് കൂടുതൽ ROC, ICICI ബാങ്കിനെ കഴിഞ്ഞ കൂടുതൽ ROC ഉള്ള ബാങ്കാണ്. 7.12 അവരുടെ 5 വർഷത്തെ ROC എങ്കിൽ അത് 3 വർഷം കൊണ്ട് 7.53 കൂടുന്നു. ഇപ്പൊ 7.40 നിൽക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 5 വർഷം കൊണ്ട് 10.75, പിന്നെ 3 വർഷത്തെ ആവറേജ് 11.54, ഇപ്പം 11.96. ഓക്കെ, പിന്നെ ബാങ്കാണ്. നമുക്ക് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കേണ്ട കാര്യമില്ല. 382 ഇൻട്രൻസിക് വാല്യൂ ആണെങ്കിൽ അതിന്റെ താഴെയാണ് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. 203 ബുക്ക് വാല്യൂ, അതിന് താഴെയാണ് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂണിൽ 24 കോടി രൂപ ഫിനാൻസിംഗ് പ്രോഫിറ്റ് മൈനസ് ആണെങ്കിൽ ഇപ്പൊ 91 കോടി രൂപ പ്രോഫിറ്റിലാണ്. 62 കോടി രൂപ എന്ന ക്വാർട്ടറും പ്രോഫിറ്റോട് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ -1 നിന്ന് 5 കൂടി. ബാങ്കുകളിൽ നോക്കുമ്പോൾ എപ്പോഴും അതർ ഇൻകം കൂടെ നോക്കണം. ബാങ്കുകളുടെ അതർ ഇൻകം കൂടെ കൂടിയുള്ള നെറ്റ് പ്രോഫിറ്റ് 157 കോടിയിൽ നിന്ന് 213 കോടിയായിട്ടാണ് ഈ ഇതിൽ കൂടിയിരിക്കുന്നത്, ഈ ക്വാർട്ടറിൽ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 206 213 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. FII കൂട്ടി കൊണ്ടുവരുന്നു. മ്യൂച്വൽ ഫണ്ടുകാർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അടുത്തത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനാലിസിസ് നമ്മൾ ജസ്റ്റ് അനാലിസിസ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 5.27 ഫണ്ട് ROC 3 വർഷം കൊണ്ട് 5.93 ആവുന്നു. ഇപ്പൊ ലാസ്റ്റ് വർഷം അതേ ഫിഗർ തന്നെ നിൽക്കുന്നു. ROE 5 വർഷം 9.81, 11.69, ലേറ്റസ്റ്റ് 12.43. ഓക്കെ, പിന്നെ 5.51 ഇപ്പൊ നിൽക്കുന്ന PE റേഷ്യോ. ഇൻഡസ്ട്രി PE കഴിഞ്ഞും താഴെയാണ്. 360 ഇൻട്രൻസിക് വാല്യൂ, 199 ബുക്ക് വാല്യൂ. രണ്ടിനെ കഴിഞ്ഞും താഴെ. 142 സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുന്നത്. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 747 കോടി രൂപയാണ് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായിരിക്കുന്ന ഫിനാൻസിംഗ് പ്രോഫിറ്റ് എങ്കിൽ അത് ഇരട്ടിയായിട്ട് 1551 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 4 ഫിനാൻസിംഗ് മാർജിൻ 8 കൂടിയിട്ടുണ്ട്.
ബാങ്കാണ്. അതർ ഇൻകം കൂടെ നോക്കണം. അതർ ഇൻകം കൂടെ കൂടി നോക്കിയിട്ട് വരുന്ന പ്രോഫിറ്റ് 1830 കഴിഞ്ഞ വർഷത്തെ Q1ലും ഈ വർഷം 3304. കഴിഞ്ഞ മാർച്ചില് കഴിഞ്ഞ Q4ല് 3089 3304. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും എക്സലന്റ് റിസൾട്ട് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അടുത്ത ലോധ ഡെവലപ്പേഴ്സ് ആണ്. അവരുടെ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന കഴിഞ്ഞ 5 വർഷത്തെ ROC എങ്കിൽ അത് 14 ആകുന്നു, ഇപ്പൊ 16 ആകുന്നു. ROE 12 13 ആകുന്നു, 15 ആകുന്നു. ഇൻഡസ്ട്രി പിയുടെ ഈക്വൽ ആയിട്ട് നിൽക്കുന്നു. പെഗ് റേഷ്യോ ഫേവർ ആണ്. കടം ഓക്കെ ആണ്. 683 ആണ് ഇൻട്രൻസിക് വാല്യൂ, 233 ആണ് ബുക്ക് വാല്യൂ. അതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1144 ആണ്. നമുക്ക് അതിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 984 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1922 കോടിയായിട്ട് ഇരട്ടിക്ക് മുകളിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, 28 OPM മാർജിൻ 38 കൂടിയിട്ടുണ്ട്. നല്ല റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 675 1373 ആയിട്ടും കൂടിയിട്ടുണ്ട്. അടുത്തത് കണ്ടെയ്നർ കോർപ്പറേഷൻ ആണ്. അവരുടെ ജസ്റ്റ് ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ROE 13 13.40 ആയിട്ട് നിൽക്കുന്നു, 12.41 ആയിട്ട് ലാസ്റ്റ് വരുന്നു. ROE 10.45 10.49 9.81. ROCയിലും ROEയിലും ഒരു പ്രഷറുണ്ട്. ഇൻഡസ്ട്രി ബിയിലൊക്കെ ചെറിയ കൂടിയാണ് നിൽക്കുന്നത്. 29.2 ആയിട്ടാണ് പി റേഷ്യോ. കടം ഓക്കെ ആണ്. 202 ആണ് ഇൻട്രൻസിക് വാല്യൂ, 169 ബുക്ക് വാല്യൂ. നമ്മൾ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 433 കോടി രൂപയായിരുന്നു കഴിഞ്ഞ Q1 ഉണ്ടായ പ്രോഫിറ്റ് എങ്കിൽ ഈ Q1 444 കോടിയായിട്ട് ജസ്റ്റ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. OPM മാർജിൻ 20 21 ആയിട്ട് കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 427 444 ആയിട്ട് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ 19 21 ആയിട്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 267 കോടി രൂപയെന്ന് 269 കോടി രൂപയായിട്ട് ഇയർ ഓൺ ഇയർ കൂടി, 264 269 ആയിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂടിയിട്ടുണ്ട്. അടുത്ത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, നമ്മുടെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ ഒക്കെ ഒരു കോമ്പറ്റേറ്റർ കമ്പനിയാണ്. 11.26 ആണ് അവരുടെ 5 വർഷത്തെ ROC, 11.43 3 വർഷത്തെ ROC ഇപ്പൊ കുറഞ്ഞാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ROE 13.77, ROE ഇപ്പോൾ നിൽക്കുന്നത് 10.51. ROCയിലും ROEയിലും പ്രഷറുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രി പി 22 ആണ്. സ്റ്റോക്കിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 20 ആണ്. പെഗ് റേഷ്യോ മൈനസ് ആണ്. ഇതൊരു വലിയ കൺസേൺ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെയാണ് ഈ പറയുന്ന ROCയും ഒക്കെ ഇതുവരെ പ്രഷറിൽ പോകുന്നത്. 1548 ആണ് ഇൻട്രൻസിക് വാല്യൂ, 489 ആണ് ബുക്ക് വാല്യൂ. സ്റ്റോക്ക് നിൽക്കുന്നത് 1517 ക്വാർട്ടർലി റിസൾട്ട് നോക്കുവാണെങ്കിൽ 96 കോടി രൂപയെന്ന് കഴിഞ്ഞ Q1 96 കോടി 675 കോടിയായിട്ട് ഏതാണ്ട് നല്ല ഒരു ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. 7% OPM മാർജിൻ എന്നുള്ളത്, ഫിനാൻസിംഗ് മാർജിൻ എന്നുള്ളത് 38 ആയിട്ട് ഫിനാൻസിംഗ് മാർജിൻ കൂട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ആണ്, പക്ഷെ ഫണ്ടമെന്റലി ചെറിയ പ്രശ്നങ്ങളുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഫിനാൻസ് കമ്പനിയാണ്, അതിന് കൂടെ നോക്കണം. 60 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ 493 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 340 493. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റലി ചില പ്രശ്നങ്ങളുണ്ട്. അടുത്തത് AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക് സെക്ടറിലെ ഏറ്റവും ടോപ്പ് ബാങ്കാണ്. 7.67 ആണ് അവരുടെ 5 വർഷത്തെ ROC 7.92 പിന്നെ ROC ചെറിയൊരു പ്രഷർ വന്നു, 7.66 തന്നെ നിൽക്കുന്നു. ROE 14.45 13.96 ആകുന്നു. ഇപ്പം 14.32 ആയിട്ട് വരുന്നു. ഓക്കെ, പിന്നെ ബാങ്കാണ്. കടത്തിന്റെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇൻട്രൻസിക് വാല്യൂ 657 ആണ്, 263 ബുക്ക് വാല്യൂ, 1004 ആണ് സ്റ്റോക്ക് ആയിട്ട്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജൂണില് 32 കോടി മൈനസ് ആണ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എങ്കിൽ ഇത്തവണ 375 കോടി രൂപ പ്ലസ് ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 351 കോടിയിൽ നിന്ന് 375 കോടിയായിട്ടും കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ ഫിനാൻസിംഗ് മാർജിൻ നിൽക്കുന്നത് -1 ഇപ്പൊ 7 ആണ് നിൽക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 7 തന്നെയായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വർഷം അതിനും കൂടെ കൂടിയുള്ള പ്രോഫിറ്റ് ബാങ്കാണ്, അതിനും കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ 581 നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 796 ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം പ്രഷറും വന്നിട്ടുണ്ട്. അടുത്തത് SBFC ഫിനാൻസ് ആണ്. നമ്മൾ ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ 10.35 3 വർഷം കൊണ്ട് 11 ആവുന്നു. ലേറ്റസ്റ്റ് 11.82 ആവുന്നു. ROE 10.92 11.89 ആവുന്നു. 13 ആയിട്ട് ഇപ്പൊ നിൽക്കുന്നു. ROE നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി പിന്നൊക്കെ ചെറിയ കൂടിയാണ് നിൽക്കുന്നത്. പെഗ് റേഷ്യോ ഒക്കെ വളരെ ഫേവർ ആണ്. 90 ആണ് അവരുടെ ഇൻട്രൻസിക് വാല്യൂ, 33 ബുക്ക് വാല്യൂ, രണ്ടും ഫേവർ ആണ്. മാർക്കറ്റ് റേറ്റ് 92 ആണ്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 141 കോടിയാണ് കഴിഞ്ഞ Q1 കഴിഞ്ഞ വർഷം Q1 ഉണ്ടാക്കി 179 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 169 179 ആയിട്ട് കൂടിയിട്ടുണ്ട്. 36 ആണ് OPM മാർജിനെങ്കിൽ അത് ഇയർ ഓൺ ഇയർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ നെറ്റ് അതർ ഇൻകം കൂടിയുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 101 130 കോടിയായിട്ടും 123 ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 130 കോടിയായിട്ടും കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്.
അടുത്ത IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പോൾ 6.06 പ്രഷർ ഉണ്ടായി 3 വർഷം 6.38 കൂടി. അവിടുന്ന് ഇപ്പൊ ലാസ്റ്റ് 5.99 ആയിട്ട് കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നത്. ROE 5.82 5.72 ഇപ്പൊ 3.84 കുറഞ്ഞു നിൽക്കുന്നു. ക്രെഡിറ്റ് റേഷ്യോ മൈനസ് ആണെന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. ഓക്കെ, നമുക്ക് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് നോക്കാം. 1647 കോടി രൂപ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ജൂണില് മൈനസ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് മൈനസ് ഒരു 80% മൈനസ്, അല്ലെങ്കിൽ ഒരു പകുതിക്കടുത്ത് മൈനസ് കുറഞ്ഞിട്ടുണ്ട്. 901 കോടി രൂപയാണ് ഇപ്പം മൈനസ് ഉള്ളൂ. -17 ഫിനാൻസിങ് പ്രോഫിറ്റ് മാർജിൻ -8 ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഫിനാൻസിംഗിൽ അവർ ബെറ്റർ ആയിട്ട് വരുന്നു. ഇൻകം കൂടെ കൂടി വരുന്ന നെറ്റ് പ്രോഫിറ്റില് 463 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ജൂണിൽ വന്നിരിക്കുന്നെങ്കിൽ 1075 കോടിയായിട്ട് ഒരു 2 ഇരട്ടിക്ക് മുകളിൽ ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 319 കോടി 1078 കോടിയായിട്ടും നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 1.97 അവരുടെ NPA 1.51 GNPA അവർ ബെറ്റർ ആയി കൊണ്ടുവരുന്നു. അതുപോലെ 0.55 നെറ്റ് NPA 0.44 ആയിട്ടും ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലും ഈ NPA നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടൊരു റിസൾട്ടാണ് അവർ ലോ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത റിസൾട്ടുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.